ഈ കൺസീൽ നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ, ഈ സ്ലാബ് പൊട്ടിച്ചിട്ട് ഈ സ്ലാബിൽ നിന്ന് കൺസീൽ കുറച്ച് നീളത്തിൽ കൊടുക്കാണ് ഇങ്ങനെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു കൺസീൽഡ്, ഇവിടെ ഒരു കൺസീൽഡ്, അവിടെ 4 കൺസീൽഡ് ഈ ഒരു 50 സെന്റിമീറ്റർ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുവാണെങ്കിൽ സൂപ്പറാണ്. പിന്നെ നമുക്ക് പേടിക്കേ വേണം. കാരണം ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ഭിത്തി ഇവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി ഇത് നമ്മുടെ കൺസീൽഡ് ബീം നമ്മൾ ഓൾറെഡി കൊടുത്തു. അപ്പൊ ഇവിടുന്ന് വരുന്ന കമ്പി ആകെ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത് നിങ്ങൾ കൊടുത്തു, ശരി, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, നോട്ട് എ ഇഷ്യൂ. പക്ഷേ ഈ പഴയ സ്ലാബിൽ വരുന്ന കമ്പി 10 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ അതിന്റെ മൊത്തം ബലം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ സാധനം നമുക്ക് ഇവിടുന്ന് ഒരു 50 സെന്റിമീറ്റർ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്നും കൂടെ നമുക്ക് ഇങ്ങനെ കൺസീൽഡ് ബീം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നുവെച്ചാൽ 1, 2, 3 എണ്ണം കൊടുക്കും, ഇത്രയും കട്ട് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ കൺസീൽഡ് ഇങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ ഒരു കാരണവശാലും ക്രാക്ക് എന്നൊരു സംഭവം മറന്നിരും. ഇത് വരാൻ ചിലപ്പം ചാൻസ് വരാം. ഇപ്പൊ ഈ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ എക്സ്റ്റൻഷൻ പോയേക്കുന്നത്. കാരണം ബാക്കിൽ പഴയ വർക്ക് ഏരിയ ബെഡ്റൂം ആക്കി. അപ്പോൾ അതിന് ഉറപ്പായിട്ട് ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്യണം. അതുപോലെ വർക്ക് ഏരിയ, ഇവിടെ ഇരുന്ന വർക്ക് ഏരിയ നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയൊരു വർക്ക് ഏരിയ കൊണ്ടുവന്നു. ആ വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് ഈ ഭാഗം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ചെയ്യുമ്പം നമ്മളെപ്പോഴും എക്സിസ്റ്റിംഗ് സ്ലാബിന്റെ സ്റ്റീല് നമ്മൾ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കമ്പി കട്ടി കളയരുത്. അത് ശ്രദ്ധിച്ചോണം. കാരണം ചിലപ്പം ബ്ലേഡ് വെച്ച് മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പി ഉൾപ്പെടെ പോവും. അത് അങ്ങനെ കളയാതെ തന്നെ കോൺക്രീറ്റ് മാത്രം ഡിമോളിഷ് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന എക്സിസ്റ്റിംഗ് കമ്പി സ്റ്റീലുമായിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബാറും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് ലോ ഫിക്സ് എന്നാണ് പറയുന്നത്. അതും കൂടെ കൊടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഒരു ഡാമേജും ലീക്കോ അങ്ങനെ ഇഷ്യൂ വരത്തില്ല. മാത്രമല്ല, ഇത് നമ്മുടെ പഴയ കോൺക്രീറ്റ് ആണ്. ഇത് നമ്മുടെ പഴയ കോൺക്രീറ്റും ഇനി വരാൻ പോകുന്ന പുതിയ കോൺക്രീറ്റുമാണ്. ഈ പഴയ കോൺക്രീറ്റും പുതിയ കോൺക്രീറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ മെർജ് ചെയ്യാനുള്ളൊരു കോട്ടിംഗ് കെമിക്കൽസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് കയറി നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, ഈ പഴയ കമ്പിയും പുതിയ കമ്പിയും ചെയ്യുന്നിടത്ത് കൺസീൽഡ് ബീമും കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. മാത്രമല്ല, ഈ പഴയ കമ്പി പുതിയ കമ്പിയായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ വെൽഡ് ചെയ്തിരിക്കണം. വെൽഡ് ചെയ്തില്ല, അത് പ്രോപ്പറായിട്ട് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ക്രാക്ക് വരും, അവിടെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ വക കാര്യങ്ങൾ റെനോവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം.